അപ്പോൾ ഇന്നത്തെ പ്രോസ് ആൻഡ് പോയട്രി ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എസ്സേ ഓൺ മാൻ എന്നുള്ള അലക്സാണ്ടർ പോപ്പിൻ്റെ വർക്കിലെ സെക്കൻഡ് എപ്പിസോഡാണ് പഠിക്കാൻ പോകുന്നത്. ആൻ എസ്സേ ഓൺ മാൻ ബൈ അലക്സാണ്ടർ പോപ്പ്. അതൊരു വലിയ കൃതിയാണ്. അതിൽ ഒരു പാർട്ടാണ് എപ്പിസിൽ 2. ഇതിൻ്റെ പാർട്ട് 1 പാർട്ട് 2 പറയുന്ന പോലെയാണ് എപ്പിസിൽ 1 എപ്പിസിൽ 2 എന്നൊക്കെ പറയുന്നത്. അതിൽ 2 ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം ആരാണ് അലക്സാണ്ടർ പോപ്പ് എന്ന് പറയാം. അലക്സാണ്ടർ പോപ്പ് നിയോ ക്ലാസിക്കൽ പീരീഡിലുള്ള ഒരു റൈറ്ററാണ്. ക്ലാസിക്കൽ, നിയോ ക്ലാസിക്കൽ, റൊമാൻറ്റിസിസം. മനസ്സിലായല്ലോ. ഇങ്ങനെ കാലഘട്ടങ്ങൾ ഇംഗ്ലീഷ് പോയട്രിയിൽ പല കാലഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ രണ്ടാമത് പറയുന്നതാണ് നിയോ ക്ലാസിക്കൽ. അപ്പോൾ ആദ്യത്തേത് ക്ലാസിക്കൽ. ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ ഇലിയഡ്, ഒഡീസി പോലെയുള്ള വർക്കുകളൊക്കെ രചിക്കപ്പെട്ട കാലഘട്ടം. അതിനുശേഷം നിയോ ക്ലാസിക്കൽ വന്നു. ക്ലാസിക്കലിൻ്റെ അത്ര ടഫ് അല്ലെങ്കിലും കുറച്ച് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് ഈ നിയോ ക്ലാസിക്കൽ പീരീഡ് വരുന്നത്. അതിന് ശേഷമാണ് റൊമാൻറ്റിക് പീരീഡ് വരുന്നത്. വില്യം വേർഡ്സ്വർത്ത് പോലെയുള്ള റൈറ്റേഴ്സൊക്കെ ആ കാലഘട്ടത്തിലുള്ളതാണ്. അപ്പോൾ ഈ പോയം എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്കൽ പോയാണ്. അതിന് മുമ്പ് നമുക്ക് ഈ പോയം എന്താണെന്ന് പറയാം. പോയത്തിന് മുമ്പ് ഓഥറെ കുറിച്ച് പറയാം. ഇംഗ്ലീഷ് എസ്സേയിസ്റ്റാണ്, ക്രിട്ടിക്കാണ്, സറ്റയറിസ്റ്റാണ്. മാത്രമല്ല ഗ്രേറ്റ് പോയറ്റ്സ് ഓഫ് എൻലൈറ്റ്മെൻറ്റ്. ആളുകളിൽ നല്ല ചിന്തകളൊക്കെ ജനിപ്പിക്കാൻ കഴിയുന്ന, വളരെ സമൂഹത്തിൽ നല്ല ബഹുമാനം ലഭിക്കുന്ന ഒരു തരത്തിലുള്ള പോയറ്റായിരുന്നു നമ്മുടെ അലക്സാണ്ടർ പോപ്പ്. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് എസ്സേയിസ്റ്റാണ്, ക്രിട്ടിക്കാണ്, നിരൂപകനാണ്, സറ്റയറിസ്റ്റാണ്. ആക്ഷേപഹാസ്യ രൂപത്തിൽ നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ എഴുതുന്ന പോലെയുള്ള പോയംസൊക്കെ എഴുതുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് 12ാമത്തെ വയസ്സിലാണ് അദ്ദേഹം എഴുതുന്നത്. പിന്നീട് 1711 ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം എന്നുള്ള വർക്ക് അദ്ദേഹത്തിൻ്റെ പുറത്ത് വരുന്നുണ്ട് 23ാമത്തെ വയസ്സിൽ. നിങ്ങൾ ഈ വാക്ക് കേട്ടിട്ടുണ്ടാവും, എ ലിറ്റിൽ ലേണിംഗ് ഇസ് എ ഡേഞ്ചറസ് തിങ്. കുറച്ചറിവ് വളരെ അപകടം സൃഷ്ടിക്കുന്നുള്ള പ്രോവേർബ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എ ലിറ്റിൽ ലേണിംഗ് ഇസ് എ ഡേഞ്ചറസ് തിങ്. ഇത് ഈ ലൈൻ പറഞ്ഞത് അലക്സാണ്ടർ പോപ്പാണ്. Pop's physical defects made him an easy target for heartless mockery, but he was also considered as a leading literary critic and epitome of English neoclassicism. അപ്പോൾ അന്നത്തെ കാലത്ത് സറ്റാറിക് ആയിട്ടുള്ള പോയംസും മോക്കിംഗ് രീതിയിലുള്ള പോയംസൊക്കെ എഴുതുന്നതിൽ വളരെ ഫേമസ് ആയിരുന്നു ഇദ്ദേഹം. ഈ വർക്ക് എഴുതുന്നത് 1734ലാണ്. 1734ലാണ്. 4 എപ്പിസിൽസ് ആണ് ഇതിലുള്ളത്. ഇതിൽ രണ്ടാമത്തെ എപ്പിസിൽ എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്തിരിക്കുന്നതിന് ഒരു തീമുണ്ട്. ഈ തീമിൻ്റെ ബേസിസിലാണ് ഈ സെക്കൻഡ് എപ്പിസിഡിൽ പോകുന്നത്. ഓഫ് നേച്ചർ ആൻഡ് സെൽഫ് ഓഫ് മാൻ. ഓക്കെ, സെൽഫ് ലവ് ഓഫ് മാൻ. പ്രകൃതിയോടും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പോയത്തിലേക്ക് പോവാം. പോയം വായിക്കാം. ഇത് നമ്മുടെ മുമ്പ് കഴിഞ്ഞ തവണ പ്രൊലോഗ് വായിച്ച പോലെ തന്നെ കുറച്ച് ഓൾഡ് ഇംഗ്ലീഷൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു പോയമാണ്. Know then thyself, pursue not God to scan. The proper study of mankind as man, placed on this isthmus of a riddle state, a being darkly wise and rudely great, with too much knowledge for sceptic side, with too much weakness for the stoic pride. He hangs between, in doubt to act or rest, in doubt to deem himself a god or beast, in doubt his mind or body to prefer, born but to die, and reasoning but to error. Alike in ignorance, his reason such, whether he thinks too little or too much, showers of thought and passion all confused, still buying himself abused or disabused, created half to rise and half to fall, great Lord of all things, yet a prey to all, sole judge of truth, in endless error hurled, the glory, just and riddle of the world. ഇതാണ് പോയം. ഇതാണ് സെക്കൻഡ് എപ്പിസോഡിലുള്ള ഭാഗം എന്ന് പറയുന്നത്. ഇത് നമുക്ക് ലൈൻ ബൈ ലൈനായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ എന്താണ് ഓക്സിമറൺ എന്നറിഞ്ഞിരിക്കുക. ഓക്സിമറൺ എന്ന് പറയുന്നത് ഒരു ബന്ധവുമില്ലാത്ത, ഡയറക്റ്റ്ലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുമിച്ച് പറയാം. ഇപ്പോൾ ആക്ട് നാച്ചുറലി എന്ന് പറയുന്നു. നാച്ചുറലായിട്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നാച്ചുറൽ അല്ല അല്ലേ? അത് നമ്മൾ മുഖത്ത് വരുത്തുന്ന കാര്യങ്ങളാണ് ആക്ടിങ് എന്ന് പറയുന്നത്. നാച്ചുറലായിട്ട് എങ്ങനെയാണ് ആക്ട് ചെയ്യാൻ പറ്റില്ല.
അപ്പം അത് എന്താണ്, ഡയറക്റ്റ്ലി ഓപ്പോസിറ്റ് ആണ്. ഒരിക്കലും നാച്ചുറലായിട്ട് നമുക്ക് ആക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. എപ്പോഴും നമ്മൾ കൈ നിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ ഡിം ലൈറ്റ്, ഡിം ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, കുറക്കുക എന്നുള്ളതാണ്. മറ്റത് പ്രകാശം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഈ ഡയറക്റ്റ് ഓപ്പോസിറ്റ് മീനിങ്സ് ഒരുമിച്ച് പറയുന്നു. അതുപോലെ വിക്ടർ 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 വിക്ടറി എന്ന് പറയുന്നത് പോലെ, വിക്ടർ വിക്ടിം എന്ന് പറയുന്ന പോലെ, വിക്ടർ എന്ന് പറഞ്ഞാൽ ജയിച്ച ആള്, വിക്ടിം എന്ന് പറഞ്ഞാൽ ഇതിന് ഇരയായ ആൾ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വാക്കുകൾ ഒരുമിച്ച് പറയുന്നതിനാണ് ഓക്സിമറൺ എന്ന് പറയുന്നത്. ഓക്സിമോറൺ. ഈ പോയത്തിൽ നമുക്ക് മൊത്തമായിട്ട് കാണാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള ഓക്സിമോറൻസ് ആണ്. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞത്. അതുപോലെ ആന്റി തീസിസ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം കൂടിയുണ്ട്, അത് പറഞ്ഞു തരാം. ആന്റി തീസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഓർ എ തിങ് ദാറ്റ് ഈസ് ഡയറക്റ്റ് ഓപ്പോസിറ്റ് ഓഫ് സംവൺ ഓർ സംതിങ് എൽസ്. ഒരു കാര്യത്തിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ്. ഇപ്പോൾ വൈറ്റ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് എന്ന് പറയുന്ന പോലെയാണ്. അതിന്റെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ് ഈ ആന്റി തീസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഓക്സിമറൺ. ഓക്സിമറൺ എന്താണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉള്ള വാക്കാണ്. അപ്പോൾ ആന്റി തീസിസ് ഓക്സിമറൺ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടി പറയട്ടെ. ഈ അലക്സാണ്ടർ പോപ്പിന്റെ മേജർ വർക്ക്സ് എക്സാമിന് ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതുക. റേപ്പ് ഓഫ് ദി ലോക്ക് അദ്ദേഹത്തിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കാണ്. അതുപോലെ ആൻ എസ്സേ ഓൺ ക്രിറ്റിസിസം. ഈ 2 വർക്കുകൾ ഓർമ്മിച്ച് വെക്കുക. ഇനി നമുക്ക് പോയത്തിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്: നോ ദെൻ thyself, persume not God to scan, the proper study of mankind is man. അതായത് നോ ദെൻ thyself, നമ്മൾ സ്വയം അറിയുക. നോ thyself, thy മീൻസ് അവർ സെൽഫ് എന്നുള്ള അർത്ഥമാണ്. അവർ സെൽഫ്, നോ യുവർ സെൽഫ്, persume not God to scan. അല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ദൈവത്തെ പഠിക്കാൻ വേണ്ടി പോകരുത്. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പഠിക്കൂ, അല്ലാണ്ട് ദൈവത്തിനെ സ്കാൻ ചെയ്യാനോ പഠിക്കാനോ പോവണ്ട. മാത്രമല്ല, മനുഷ്യത്വത്തെക്കുറിച്ച്, മനുഷ്യനെക്കുറിച്ച് പഠിക്കണമെങ്കിൽ നമ്മൾ മനുഷ്യനെ തന്നെ പഠിക്കണം എന്നാണ് പറയുന്നത്. പ്രോപ്പർ സ്റ്റഡി ഓഫ് മാൻകൈൻഡ് ഇസ് മാൻ. മാൻകൈൻഡിനെ കുറിച്ച് പഠിക്കുന്നത് എളുപ്പം, നമ്മൾ നമ്മളെക്കുറിച്ച് പഠിക്കുന്നത് തന്നെയാണ്. അപ്പോൾ നോയിങ് യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളെ അറിയുന്നതിലൂടെ നിങ്ങൾ ദൈവത്തെ അറിയുന്നതിന് തുല്യമാണ്. അതിന് നിങ്ങൾ ദൈവത്തെക്കുറിച്ച് പഠിക്കേണ്ടതോ ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ അറിയേണ്ടതോ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. ഫസ്റ്റ് 2 ലൈൻ അതാണ് മീൻ ചെയ്യുന്നത്. സെക്കൻഡ്, പ്ലേസ്ഡ് ഓൺ ദിസ് isthmus ഓഫ് മിഡിൽ സ്റ്റേറ്റ്, ബീങ് ഡാർക്ക്ലി വൈസ് ആൻഡ് റൂഡ്ലി ഗ്രേറ്റ്. പ്ലേസ്ഡ് ഓൺ ദിസ് isthmus ഓഫ് മിഡിൽ സ്റ്റേറ്റ്. isthmus എന്ന് പറയുന്നത് 2 സ്ഥലങ്ങളെ യോജിപ്പിക്കുന്നതിൻ്റെ ഇടയിലുള്ള സ്ഥലമാണ്. ഞാൻ അതിൻ്റെ പിക്ചർ കാണിച്ചു തരാം. അപ്പം നിങ്ങൾ കണ്ട ആ പിക്ചറാണ് isthmus എന്നുള്ളത്. പ്ലേസ്ഡ് ഓൺ ദിസ് isthmus ഓഫ് മിഡിൽ സ്റ്റേറ്റ്, ബീങ് ഡാർക്ക്ലി വൈസ് ആൻഡ് റൂഡ്ലി ഗ്രേറ്റ്. എന്താ മീൻ ചെയ്യുന്നത്? പ്ലേസ്ഡ് ഓൺ ദിസ് isthmus ഓഫ് മിഡിൽ സ്റ്റേറ്റ്, നമ്മുടെ മനുഷ്യൻ്റെ ഇടയിൽ ഇങ്ങനൊരു പ്ലേസ് വെക്കുന്നതാണ് ഹ്യൂമൻ പൊസിഷൻ എന്ന് പറയുന്നത്. ഇവിടെ isthmus എന്ന് ഉപയോഗിക്കുന്ന ഒരു മെറ്റഫറായിട്ടാണ്, അത് ആലോചിക്കുക. isthmus മെറ്റഫറാണ്. പ്ലേസ്ഡ് ഓൺ ദിസ് isthmus ഓഫ് എ മിഡിൽ സ്റ്റേറ്റ്. മനുഷ്യന് എന്ത് ചെയ്യുന്നു? മനുഷ്യൻ മൃഗത്തിൻ്റെയും ദൈവത്തിൻ്റെയും ഇടയിലാണുള്ളതെന്നാണ് പറയുന്നത്, അല്ലേ? ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് മറ്റൊരു ജീവിയിൽ നിന്നും മാറി മാറി മനുഷ്യനാവുന്നു. അതുപോലെ മനുഷ്യൻ എന്ന് പറയുന്നത് 2 വസ്തുക്കളുടെ ഇടയിലാണെന്നാണ് പറയുന്നത്. ഗോഡിൻ്റെയും അതായത് നല്ല പ്രവർത്തികളുടെയും ചീത്ത പ്രവർത്തികളുടെയും ഇടയിലാണ് മനുഷ്യന്റെ പൊസിഷൻ എന്നാണ് പറയുന്നത്. അതായത് നമ്മളെപ്പോഴും ഇങ്ങനെ ചാഞ്ചാടാൻ റെഡിയായി നിൽക്കുകയാണ്. ശരിയാവാനും തെറ്റാവാനും ഇങ്ങനെ മാറിക്കളിക്കുന്ന രീതിയിലാണ് നമ്മൾ ഉള്ളതെന്നാണ് പറയുന്നത്. സോ പ്ലേസ്ഡ് ഓൺ ദിസ് isthmus ഓഫ് എ മിഡിൽ സ്റ്റേറ്റ്, ബീങ് ഡാർക്ക്ലി വൈസ് ആൻഡ് റൂഡ്ലി ഗ്രേറ്റ്. അതായത് 4ാമത്തെ ലൈൻ പറയുമ്പോഴാണ് നിങ്ങൾക്ക് അത് കുറച്ചും കൂടി ക്ലിയർ ആവുക. ബീങ് ഡാർക്ക്ലി വൈസ്, ഒരുപാട് നോളജ് ഉണ്ടാവുക. ഡാർക്ക്ലി വൈസ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? ഓക്സിമറൺ ആണ്, ഇല്ലെങ്കിൽ ആന്റിതെസിസ് ആണ്. അതായത് ഡാർക്ക്ലി വൈസ്, ഇരുട്ട്, ഡാർക്ക് പറഞ്ഞാൽ ഇരുട്ട്, അന്ധമായ അറിവ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ബീങ് ഡാർക്ക്ലി വൈസ് ആൻഡ് റൂഡ്ലി ഗ്രേറ്റ്. എന്താണ് റൂഡ്ലി? വളരെ മോശമായിട്ടുള്ള ഗ്രേറ്റ്നെസ്. മനസ്സിലായല്ലോ? അതൊരു കോൺട്രഡിക്ഷൻ ആണ്. ഹ്യൂമൺ ഈസ് ഓൾസോ വൈസ് ആൻഡ് ഓൾസോ റൂഡ് എന്നുള്ള മീനിങ് ആണ് വരുന്നത്. മനുഷ്യൻ അങ്ങനെയാണ്. മനുഷ്യൻ നല്ലതിൻ്റെയും ചീത്തതിൻ്റെയും ഇടയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. മീൻസ് ബീങ് ഡാർക്ക്ലി വൈസ് ഓർ റൂഡ്ലി ഗ്രേറ്റ്. വിത്ത് ടു മച്ച് നോളജ് ഫോർ സെപ്റ്റിക് സൈഡ്, വിത്ത് ടു മച്ച് വീക്ക്നെസ് ഫോർ സ്റ്റോയിക്സ് പ്രൈഡ്. എന്താ അതിൻ്റെ മീനിങ്? വിത്ത് ടു മച്ച് നോളജ് ഫോർ ദി സെപ്റ്റിക് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അറിവ് കൊണ്ട് സംശയത്തിൻ്റെ ഭാഗത്തായി പോവുക.
വിത്ത് ടു മച്ച് നോളജ് ഫോർ ദി സെപ്റ്റിക് സൈഡ്. എന്താണ് സംശയം ജനിപ്പിക്കുന്ന അത്രയും നോളജ് ഉണ്ടാവുക. അതുപോലെ വിത്ത് ടു മച്ച് വീക്ക്നെസ് ഫോർ ദി സ്റ്റോയിക്സ് പ്രൈഡ്. മനസ്സിലായില്ലേ? എന്ത് ചെയ്യണം എന്നറിയാത്ത പോലെ വീക്കും ആയിപ്പോവും നമ്മൾ. അങ്ങനത്തെ ഒരു പ്രൈഡും കൂടി ഉണ്ടായിപ്പോവും. ഒന്ന് ഒരുപാട് അറിവ് കൊണ്ട് സംശയത്തിൻ്റെ ലെവലിലേക്കും അതുപോലെ ഒരുപാട് വീക്ക്നെസ്സും കൊണ്ട് നമ്മൾ സ്വയം ഒരു അഹങ്കാരം രീതിയിലേക്ക് പോകുന്ന അവസ്ഥ. ഹി ഹാങ്സ് ബിറ്റ്വീൻ ഇൻ ഡൗട്ട് ടു ആക്ട് ഓർ റെസ്റ്റ്. മനുഷ്യനെപ്പോഴും അങ്ങനെയാണ്. ഇറ്റ് ഹാങ്സ് ബിറ്റ്വീൻ, ഹി ഹാങ്സ് ബിറ്റ്വീൻ, തൂങ്ങാണ്. എന്തിൻ്റെ ഇടയിലായിട്ട്? സംശയത്തിൻ്റെ സംശയമാണ്. നമുക്ക് എല്ലാത്തിനും സംശയമാണ്. പഠിക്കണോ പഠിക്കണ്ടയോ, അതുപോലെ ആക്ട് ചെയ്യണോ, ഒരു പ്രവൃത്തി ചെയ്യണോ അതോ റെസ്റ്റ് എടുക്കണോ എന്നുള്ള, ഞാനിപ്പോൾ പഠിക്കണോ കിടന്നുറങ്ങണോ എന്നുള്ള പോലെ ഒരു സംശയത്തിൻ്റെ എല്ലാ കാര്യത്തിലും നമുക്ക് വ്യതിചലിക്കുന്ന ഒരു മനസ്സാണ് അല്ലേ? എപ്പോഴും നമ്മുടെ മനസ്സ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. ഹി ഹാങ്സ് ബിറ്റ്വീൻ ഇൻ ഡൗട്ട് ടു ആക്ട് ഓർ റെസ്റ്റ്. റെസ്റ്റ് എടുക്കണോ ആക്ട് ചെയ്യണോ എന്നുള്ള സംശയത്തിൻ്റെ നടുവിലാണ് മനുഷ്യൻ എന്നുള്ളത്. ഇൻ ഡൗട്ട് ടു ഡീം ഹിംസെൽഫ് എ ഗോഡ് ഓർ ബീസ്റ്റ്. അതുപോലെ ദൈവത്തിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെയാണ്. എന്താണ്, നമ്മൾ ദൈവത്തോട് അടുത്ത് നിൽക്കണോ അതോ ബീസ്റ്റായി മാറണോ എന്നുള്ള ഒരു മീനിങ്. ഡീം എന്ന് പറഞ്ഞാൽ വിശ്വാസം എന്നുള്ള അർത്ഥമുണ്ട്. ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കണോ അതോ വിശ്വസിക്കാതിരിക്കണോ. ഇൻ ഡൗട്ട് ടു ഡീം ഹിംസെൽഫ് എ ഗോഡ് ഓർ ബീസ്റ്റ്. നമ്മൾ നമ്മളെ തന്നെ ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ആളായി കരുതണോ അതോ നമ്മൾ ദൈവത്തിൽ നിന്നും ദൂരെയുള്ള ഒരു വ്യക്തിയായി കരുതണോ എന്നുള്ളത് അതിലും നമുക്ക് സംശയമാണ്. സംശയങ്ങളുടെ കാര്യമാണ് അതിൽ മൊത്തം പറയുന്നത്. ഡൗട്ട് 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 എന്ന് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇൻ ഡൗട്ട് ഹിസ് മൈൻഡ് ഓർ ബോഡി ടു പ്രിഫർ. ഞാൻ എൻ്റെ മനസ്സ് പറയുന്നത് കേൾക്കണോ അതെൻ്റെ ശരീരം പറയുന്നത് ഞാൻ ചൂസ് ചെയ്യണോ എന്നുള്ളതിലും നമുക്ക് സംശയമാണ്. ഇൻ ഡൗട്ട് ഹിസ് മൈൻഡ് ഓർ ബോഡി ടു പ്രിഫർ. ഞാൻ എൻ്റെ ശരീരം പറയുന്നത് സ്വീകരിക്കണോ എൻ്റെ മനസ്സ് പറയുന്നത് സ്വീകരിക്കണോ എന്നുള്ളതിലും പോലും നമുക്ക് സംശയമാണ്. ബോൺ ബട്ട് ടു ഡൈ ആൻഡ് റീസണിങ് ബട്ട് ടു എറർ. നമ്മൾ ജനിച്ചത് തന്നെ മരിക്കാനാണ് അല്ലേ? ബോൺ ബട്ട് ടു ഡൈ. ജനിച്ചത് തന്നെ ജനിച്ചു, അതും എന്തിനാണ്? മരിക്കാൻ വേണ്ടിയാണ് ജനിച്ചത്. ആൻഡ് റീസണിങ് ബട്ട് ടു എറർ. അതായത് എറർ എന്നാണ് അത് മൊത്തമായിട്ട് വായിക്കേണ്ടത്. റീസണിങ് പവർ, അതായത് നമുക്ക് എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും പറ്റും അല്ലേ? പക്ഷേ നമ്മളെപ്പോഴും മിസ്റ്റേക്സ് കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്കറിയാം നമ്മൾ ഒരാളെ ചീത്ത പറയാൻ പാടില്ല, എന്നാലും നമ്മൾ ചീത്ത പറയും. അപ്പം നമ്മൾ എത്ര അറിഞ്ഞിട്ടും നമ്മൾ എറേഴ്സ് കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും എന്താണ്? സംശയത്തിലാണെന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബോൺ ബട്ട് ടു ഡൈ ആൻഡ് റീസണിങ് ബട്ട് ടു എറർ. നമ്മൾ കണക്കുകൾ കൂട്ടും പക്ഷെ തെറ്റും. അതുപോലെ ജനിച്ചതും മരിക്കാൻ വേണ്ടിയിട്ടാണ്. Alike in ignorance his reason such, whether he thinks too little or too much. Alike in ignorance his reason such, whether he thinks too little or too much. എന്താ മീൻ ചെയ്യുന്നേ? ആരും ഇല്ലെങ്കിലും ഇഗ്നോറൻസ് ആണെങ്കിലും ഹിസ് റീസൺ സച്ച്, വെദർ ഹി തിങ്സ് ടു ലിറ്റിൽ ഓർ ടു മച്ച്. അവനെപ്പോഴും ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അത് കൂടുതലായിരിക്കാം. ഹി തിങ്സ് ടു ലിറ്റിൽ ഓർ ടു മച്ച്. അവനെപ്പോഴും കൂടുതലായി ചിന്തിക്കും അല്ലെങ്കിൽ വളരെ കുറവായിട്ട് ചിന്തിക്കും. ഷവേഴ്സ് ഓഫ് തോട്ട് ആൻഡ് പാഷൻ ഓൾ കൺഫ്യൂസ്ഡ്. തോട്ട് ആൻഡ് പാഷൻ, നമ്മുടെ ചിന്തയും പാഷനും ഒക്കെ ഇങ്ങനെ നമ്മളെല്ലാം കൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? ഇമോഷണൽ. നമ്മൾ ഫുൾ ഓഫ് ഫീലിങ്സ് ആണ്. ഹ്യൂമൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി വിത്ത് ഫീലിങ്സ് ആണ് അല്ലേ? നമുക്ക് കരച്ചിലുണ്ട്, ദേഷ്യമുണ്ട്, സ്നേഹമുണ്ട്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഇമോഷൻസ് കൊണ്ട് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നുണ്ട്? കൺഫ്യൂസ്ഡ് ആണെന്നാണ് പറയുന്നത്. സ്റ്റിൽ ബൈ ഹിംസെൽഫ് അബ്യൂസ്ഡ് ഓർ ഡിസബ്യൂസ്ഡ്. അതുപോലെ അവൻ സ്വയം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അബ്യൂസ്ഡ് ആവുന്നുണ്ട്, ഡിസബ്യൂസ്ഡ് ആവുന്നുണ്ട്. ക്രിയേറ്റഡ് ഹാഫ് ടു റൈസ് ആൻഡ് ഹാഫ് ടു ഫോൾ. എന്താണ്? ഒരു ഉയരത്തിലേക്ക് പോവാനും അതേപോലെ തന്നെ താഴോട്ട് വീഴാനും. മനസ്സിലായല്ലോ? ഹി ക്രിയേറ്റഡ് ടു റൈസ് ആൻഡ് ഓൾസോ ഫാൾ. അതായത് അവൻ നല്ല പ്രവർത്തികൾ ചെയ്ത് മുകളിലേക്കും അതുപോലെ തന്നെ അതേസമയം അതേപോലെ താഴോട്ടും വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഗ്രേറ്റ് ലോർഡ് ഓഫ് ഓൾ തിങ്സ് യെറ്റ് എ പ്രേ ടു ഓൾ, സോൾ ജഡ്ജ് ഓഫ് ട്രൂത്ത് ഇൻ എൻഡ്ലെസ് എറർ ഹേൾഡ്, ദ ഗ്ലോറി ജസ്റ്റ് ആൻഡ് റിഡിൽ ഓഫ് ദ വേൾഡ്. ഈ ലാസ്റ്റ് ലൈനിൽ പറഞ്ഞത് ഗ്രേറ്റ് ലോർഡ് ഓഫ് ഓൾ തിങ്സ് ജസ്റ്റ് പ്രേ ടു ഓൾ. ദൈവമാണ് എല്ലാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. മനുഷ്യന് ഇത്ര ഇമോഷൻസോടുകൂടിയും ഇങ്ങനെ മനുഷ്യനെ കുറിച്ച് ചിന്തിക്കാനും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഒക്കെ ദൈവമാണ്. അപ്പോൾ സോൾ ജഡ്ജ് ഓഫ് ട്രൂത്ത്, എന്താണ് യഥാർത്ഥ ജഡ്ജ് ഓഫ് ട്രൂത്ത്, എൻഡ്ലെസ് എറർ ഹേൾഡ്. എത്ര എറേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഒരിക്കലും അതെന്താവില്ല, ആ ഗ്ലോറി ഒരിക്കലും ഇല്ലാണ്ടാവുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പോയം നിർത്തുന്നത്. ഇനി ഇതിൻ്റെ ഒരു
ഭാഗമായിട്ട് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിലുള്ളത്. നോ ദാൻ thyself is an adage misdescribes his argument, although he actually intends for man to better understand his place and in the universe. The classical meaning of know thyself means man should look inwards for truth rather than outwards. എപ്പോഴും മനുഷ്യൻ സ്വയം ഉള്ളിലേക്ക് നോക്കുക. എന്തിനറിയാൻ? മനുഷ്യനെക്കുറിച്ച് മനുഷ്യൻ അറിയാൻ വേണ്ടി മനുഷ്യനിലേക്ക് തന്നെ നോക്കുക. അല്ലാണ്ട് മറ്റുള്ള കാര്യങ്ങളിൽ ഒരിക്കലും നമുക്ക് മനുഷ്യനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി പറ്റില്ല. സ്വയം മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും മനുഷ്യന് മനസ്സിലാവുള്ളൂ. Having spent most of the first epistle describing man's relationship to God as well as his fellow creatures, Pop's true meaning of the phrase is clear. Then he confuses the issue of endeavoring and convince man to avoid pre-assumptions of studying God creation through natural science. അതായത് മനുഷ്യൻ്റെ ക്രിയേഷൻസിനെ നമ്മൾ നാച്ചുറൽ സയൻസിലൂടെ പഠിക്കുന്നതിനെ കുറിച്ച് അത് അവോയ്ഡ് ചെയ്യണം എന്നാണ് പോപ്പിൻ്റെ അഭിപ്രായം. സയൻസ് ഹാസ് ഗിവൺ മാൻ ദ ടൂൾസ് ടു ബെറ്റർ അണ്ടർസ്റ്റാൻഡ് ഗോഡ്സ് ക്രിയേഷൻ. സയൻസ് എന്നുള്ളത് ദൈവത്തിൻ്റെ തന്നെ ഒരു ക്രിയേഷനാണ്. എന്തിനുള്ള? ഗോഡിൻ്റെ ക്രിയേഷൻസിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കാനുള്ളത്. പക്ഷേ ബട്ട് ഇൻടോക്സിക്കേറ്റിംഗ് പവർ കോസ്ഡ് മാൻ ടു ഇമിറ്റേറ്റ് ഗോഡ്. പക്ഷെ അതുപയോഗിച്ച് ഒരിക്കലും ദൈവത്തെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത് എന്നാണ് പറയുന്നത്. ഇറ്റ് സീംസ് ദാറ്റ് മാൻ മസ്റ്റ് ലുക്ക് ഔട്ട്വേർഡ്സ് ടു ഗെയിൻ എനി അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹിസ് ഡിവൈൻ പർപ്പസ് ടു ബട്ട് അവോയ്ഡ് എക്സസീവ് അനലൈസിസ് ഓഫ് വാട്ട് ഹി സീസ്. എപ്പോഴും എന്ത് ചെയ്യണം? മനുഷ്യൻ പുറത്തേക്ക് നോക്കുക, തൻ്റെ ഫീലിങ്സിലൊക്കെ നിന്ന് തൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ മാത്രമേ ശരിക്കും വുഡ് ബി അസ്യൂം ദ റോൾ ഓഫ് ഗോഡ്. നമ്മളെ അറിയുമ്പോൾ മാത്രമേ ശരിക്കും ഗോഡിൻ്റെ റോൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയുന്നു. ദ സെക്കൻഡ് എപ്പിസിൽ, അതായത് ഇപ്പോൾ നമ്മൾ വായിച്ച ഭാഗത്തിൽ പറയുന്നത്, ഇറ്റ് ടേൺസ് ഓൺ ദ ഫോക്കസ് ഓൺ ദി പ്രിൻസിപ്പിൾസ് ഓഫ് ഗൈഡ് ഹ്യൂമൻ ആക്ഷൻസ്. മനുഷ്യൻ്റെ പ്രവൃത്തികളെയാണ് ഇതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ച ഭാഗത്ത് ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങുള്ള പോർഷനിലാണ് മനുഷ്യൻ സ്വയം അറിയുക എന്നുള്ള കാര്യം പറയുന്നത്. മാത്രമല്ല ഇതിൽ സെൽഫ് ലവ് എന്നുള്ള കാര്യത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. സെൽഫ് ലവ്, നമ്മൾ തന്നെ നമ്മളെ അറിയുക എന്നുള്ളതിലാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. 18th century ടേം ഫോർ സെൽഫ് മെയിൻ്റനൻസ് ആൻഡ് ഫുൾഫിൽമെൻറ്റ്. അപ്പോൾ ഈ വാക്ക് 18th centuryയിൽ സെൽഫ് ലവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെൽഫ് മെയിൻ്റനൻസ് ആൻഡ് ഫുൾഫിൽമെൻറ്റ്, നമ്മളെ തന്നെ സ്വയം നിയന്ത്രിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ സെൽഫ് ലവ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നത്. ഇറ്റ് വാസ് കോമൺ ഡ്യൂറിങ് ദ പോപ്സ് ലൈഫ് ടൈം വ്യൂ ദ പാഷൻസ് ഓഫ് ഫോഴ്സ് ഡിറ്റർമൈനിങ് ഹ്യൂമൻ ആക്ഷൻ, ടിപ്പിക്കലി ഇൻസ്റ്റിങ്ച്വൽ, ദ ഇമ്മീഡിയറ്റ് ഒബ്ജക്റ്റ് ഓഫ് ദ പാഷൻ ആസ് സീൻ ആസ് പ്ലഷർ. According to Pop's philosophy, each man has a ruling passion that subordinates others. അതായത് എല്ലാ മനുഷ്യനും ഒരു കിങ്ങിൻ്റെ രൂപത്തിലാണ് എല്ലാ മനുഷ്യരും പ്രവർത്തിക്കുന്നതെന്നാണ് പോപ്പിൻ്റെ ഫിലോസഫി. അതായത് നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടേതായ രീതിയിൽ നമ്മുടെ റൂളിംഗ് ഇത് ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും മറ്റുള്ളവരെ ഭരിക്കാനുള്ളൊരു താല്പര്യമുണ്ട് അല്ലേ? അപ്പം നമ്മളെക്കാളും ചെറിയവരെ, സബോർഡിനേറ്റ്സിനെ നമ്മളെപ്പോഴും റൂൾ ചെയ്തുകൊണ്ടിരിക്കും. In contrast with this accepted 18th century views of passion, Pop's doctrine of the ruling passion quite original. It seems clear that the idea Pop tries to explain why certain individuals behave in a distinct way, seemingly governed by a particular desire. He does not, however, he makes explicit in the poem. Pop's discussion of the passions shows us the self-love and reason are not opposing principles. Reason's role, it seems, to regulate human behavior while self-love originates in it. Other sense, the self-love and passion dictate the short term while reason shapes the long time. ഇപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അതിൽ മനുഷ്യൻ എങ്ങനെ ആയിരിക്കണം, സെൽഫ് ലവ് ആണ് വേണ്ടത്, അല്ലാണ്ട് ഹ്യൂമണിൽ നിന്നും ഗോഡിലേക്കുള്ള പോക്കല്ല പ്രധാനം എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇതിൽ ഒരുപാട് മെറ്റഫേഴ്സും ഓക്സിമറൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കുക, ഓക്സിമറൺ എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ അന്നത്തെ ലാംഗ്വേജ്, ഓൾസോ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പോയം അറ്റ് ദാറ്റ് പീരിയഡ്. അതായത് ആളുകൾ കൂടുതലായിട്ടും ദൈവത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ ദൈവത്തെ കൂടുതലായിട്ട് അറിയുക എന്നുള്ളതിലേക്ക് മാറുകയാണ്. സെൽഫ്, നമ്മളുടേതായ കാര്യങ്ങളൊന്നും ചിന്തിക്കാണ്ട് വരുമ്പോഴുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ദാറ്റ്സ് ഓൾ ഇൻ ദിസ് പോയം. താങ്ക് യു.